ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്റെ ശരീരം ശ്രദ്ധിക്കുന്ന ആളൊന്നല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പണ്ട് മെലിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും നല്ല ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. നല്ലോണം ഫുഡ് കഴിക്കും. എനിക്ക് ചോറാണ് ഏറ്റവും ഇഷ്ടം. ഈ ചോറ്, മീൻകറി, അല്ലെങ്കിൽ കഞ്ഞി, തലേ ദിവസത്തെ ചോറൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ നല്ല അച്ചാറും പഴങ്കഞ്ഞി അതൊക്കെ ഇട്ട് നല്ല വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് എത്ര കഴിച്ചാലും എനിക്ക് മതിയല്ല. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ചോറ് വേണം. ഞാൻ ചോറ് കഴിക്കും. അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും അവർക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കും. ഇത് 3 നേരം കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എല്ലാം സത്യമാണ്. പക്ഷെ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഒരു ദിവസം എനിക്ക് ഒരു നേരം അരിഭക്ഷണം കഴിച്ചില്ല ഞാൻ കിടന്നിട്ട് ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങും. പറ്റത്തില്ല. എനിക്ക് ചോറില്ലാണ്ട് ഒരു ദിവസം പോലും പറ്റത്തില്ല. എല്ലാരും പറയും നീ ഇത്രയും ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് നീ എന്താ തടിക്കാത്തേ? അത് ഇത്രയും തടിയില്ല എനിക്ക്. ഇപ്പൊ എനിക്കൊരു പാകത്തിനുള്ള തടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും ചിലപ്പോൾ ഇനിയും കൂടാം കുറയാം. അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് ഇപ്പൊ കുറയും. പണ്ട് മെലിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഓവർ തടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ 56 ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 52 അതിൽ തന്നെയാണ് നിന്നിരുന്നത്. അങ്ങനെ ഒരു തടി എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അതിനുശേഷവും എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് മെലിഞ്ഞു. ഒരു 3 വർഷം മുന്നേ നന്നായിട്ട് മെലിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കഴിഞ്ഞ് ഒരു 1.5 വർഷം മുന്നേ എനിക്കൊരു ഡെങ്കു വന്നു. ഡെങ്കു വന്നപ്പോഴത്തേക്കും ഞാൻ ഹാർട്ടിലെ ലെൻസിലൊക്കെ ഫ്ലൂയിഡ് കയറി, ബ്ലഡിലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയി. ഞാൻ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. കുറച്ച് നാൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തട്ടിപ്പോണ്ട അവസ്ഥയൊക്കെ വന്നതാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടാകൊണ്ട് എന്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതുകൊണ്ട് മാത്രം ഒത്തിരി പേര് നന്നായിട്ട് കുറഞ്ഞു. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഞാൻ ആകെ ഭയങ്കര പ്രശ്നത്തിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഹസ്ബൻഡൊക്കെ ആ സമയത്ത് എന്നെ കൂടെ നിന്നിട്ട് എന്റെ A to Z കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിലെ ആൾക്കാരും എന്റെ ഹസ്ബൻഡും ഒക്കെയാണ് കൂടെ നിന്ന് ചെയ്തത്. ഇപ്പൊ നമ്മള് പറയാറില്ലേ, നമ്മൾ ഈ നഴ്സുമാരൊക്കെ മാലാഖമാരെന്ന് എപ്പോഴും പറയാറില്ലേ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. സത്യമാണത്. പേരെടുത്ത് പറയണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഹാർട്ടിന്റെ അത് കാണിച്ചുകൊണ്ടിരുന്ന ബ്ലസ് എന്ന് പറയുന്ന ഡോക്ടറാണ്. നമ്മുടെ വൈറ്റിലുള്ള വെൽകെയർ എന്ന് പറയും ഹോസ്പിറ്റൽ, അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ ലെൻസിന്റെ കാര്യം നോക്കിയിരുന്നത് നമ്മുടെ മാത്യു ഡോക്ടറാണ്. അവർ രണ്ടുപേരും നമ്മുടെ കൊച്ചുകുട്ടികളെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് സന്ധ്യക്കുട്ടി ഇന്ന് കുറച്ച് ഉഷാറാണല്ലോ, പിന്നെ എന്ത് പറ്റി, ഭയങ്കര ടെൻഷൻ ആണല്ലോ, എന്ത് പറ്റി, എന്താ ഭക്ഷണം കഴിച്ചില്ലേ, അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വന്നോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ നമ്മുടെ മക്കളോട് സംസാരിക്കില്ലേ അതുപോലെ സംസാരിക്കും. പിന്നെ നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലൊക്കെ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ട് എന്റെ പകുതി അസുഖം ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലുകാർ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതിയും, ഈ പറയുന്ന പോലെ നഴ്സുമാരാണെങ്കിലും ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ വെയിനൊന്നും എനിക്ക് കാണില്ല. അവസാനം കാലില് വരെ കുത്തിയിട്ട് ഇരിക്കേണ്ട അവസ്ഥ. ഞാൻ ഇങ്ങനെ കിടക്കുള്ളൂ. ഞാൻ കരഞ്ഞിട്ട് എന്റെ കണ്ണുനീര് ഇങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഞാൻ ചിരിച്ചു പറയുന്നത് നോക്കണ്ട, ഞാൻ അനുഭവിച്ചത് എനിക്ക് അങ്ങനെയാണ് ഞാൻ അനുഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാൻ എന്റെ ശരീരത്തിൽ ഫ്ലഷ് ഒന്നും ഇല്ലായിരുന്നു, വെയിൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് കാണാം. പക്ഷെ കിട്ടത്തില്ല, സാധനം കിട്ടത്തില്ല. നഴ്സുമാരൊക്കെ താഴ്ന്നു പോയിട്ട് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ഉണ്ട് അവിടെ, എനിക്ക് പേര് ഓർമ്മയില്ല. അവരെ വിളിച്ചുകൊണ്ട് വരും. അവർക്കാണ് എന്റെ അതിൽ നിന്ന് കിട്ടുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് വന്ന് അവരാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേദനിച്ചിട്ടേ കുത്തിയിട്ട് കിട്ടാൻ വേണ്ടി വരുമ്പോഴേക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത്രയും ബൾജായിട്ട് വരും സാധനം. ഇപ്പോഴും ഇത് കുത്തിയേണ്ട ഓർമ്മയാണ് എനിക്കിതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് 1.5 മാസത്തിന് ശേഷം ഡിസ്ചാർജ് ഒക്കെ ആയി. പിന്നെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു കുറേ നാളൊന്നും ചെയ്യണ്ട, മെഡിസിൻ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ലോണം റെസ്റ്റ് എടുത്ത് ശരീരമൊക്കെ നോക്കണം എന്നോട് പറഞ്ഞായിരുന്നു. കുറച്ച് നാളത്തേക്ക് പനിയൊന്നും വരാൻ പാടില്ല, ഒരു 3-5 വർഷം തന്നെ ഇരിക്കണം, പനിയൊന്നും വരാൻ പാടില്ല. എനിക്ക് എല്ലാ വർഷവും ഞാൻ വാക്സിൻ ഒക്കെ എടുക്കുന്നുണ്ട് വരാതിരിക്കാനൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ നോക്കി പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തോണ്ടേ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒക്കെ വോമിറ്റ് ചെയ്യും നമ്മള്. നമുക്കൊന്നിനും ഒരു താല്പര്യം തോന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ആക്രാന്തായി. ഫുഡ് എന്ത് കാണാണെങ്കിലും നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നും. എന്നിട്ട് ആ വണ്ണം വെച്ചത് പറഞ്ഞു വന്നത്. പിന്നെ വീട്ടിലിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്ത് കഴിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും ഞാൻ ധരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോ കുറച്ച്, കാരണം വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഈ പൊണ്ണത്തടി ആവണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. കുറച്ച് ഒരു 3 മാസേ പോയുള്ളൂ. പാകത്തിലുള്ള ഒരു തടിയും ഇതൊക്കെ വന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ഫീൽഡ് ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, കുറെ നാൾ ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് വർക്ക്ഔട്ട് ചെയ്തതിന് കൂടെ തന്നെ നമ്മളിങ്ങനെ കഴിച്ചാൽ ഡയറ്റ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ നോക്കിയുള്ളൂ. 3 മാസം കഴിഞ്ഞ് എനിക്ക് കാര്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഫിറ്റ്നസ് നോക്കാണ്ട് ജിമ്മൊക്കെ നിർത്തി ഞാൻ എന്റെ കാര്യം നോക്കി. ഇപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്റെ ശരീരം നോക്കുന്ന അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ ചോറ് നിർത്താൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ചോറ് കുറച്ച് കുറവായി, കാരണം വയറൊക്കെ ചാടുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പറ്റത്തില്ല. അപ്പൊ കുറച്ചു എന്നാലും ഒരു നേരമെങ്കിലും ഞാൻ കഴിക്കും. ഉച്ചയ്ക്കാണ് എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഉച്ചയ്ക്ക് ഫുഡ് നന്നായിട്ട് കഴിക്കണം. എനിക്ക് ചോറ് വേണം. എവിടെ പോയാലും ഇപ്പൊ ലൊക്കേഷനിൽ പോകണമെങ്കിൽ രാത്രിയിൽ ഫുഡ് തരുമ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്ക് കഞ്ഞി മതി എന്ന് പറയും. രാത്രി ചപ്പാത്തിയും ചിക്കനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പറയും അത് വേണ്ട, എനിക്ക് കഞ്ഞി മതി. അവരെ തരും എന്തെങ്കിലും ആണെങ്കിലൊക്കെ കഴിക്കാം. അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടുള്ള സംസാരിച്ചിട്ട് നമുക്ക് കുറച്ച് ഫണ്ണാവാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ? ആലോചിക്കാൻ പാടില്ലേ? അങ്ങനെയല്ല, ആലോചിച്ചോ, പക്ഷെ അധികം സമയം എടുക്കരുത്. അത്രേ ഉള്ളൂ. ഒരു സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഏത് വേണം, എന്തുകൊണ്ട്?
ഒരുപാട് നേരം ആലോചിക്കാൻ പാടില്ല. സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ശരി, എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടമുള്ള സ്പൈഡർമാൻ ആവണം. എന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ മോന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. സ്പൈഡർമാൻ ആയി അവൻ ഇന്നതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം അവന്. മറ്റേ വലയ്ക്ക് ഇങ്ങനെ വലയ്ക്ക് ഇങ്ങനെ ഇട്ട് കുറെ എണ്ണത്തിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഈ സെയിം ക്വസ്റ്റ്യൻ എൻ്റെ മോനോട് ചോദിക്കാറുള്ളതാ. ദൈവമേ. ഓക്കെ, ഇനി ഒരു ദിവസത്തേക്ക് വേറൊരു ക്യാരക്ടർ ആവാൻ ഒരു ചാൻസ് കിട്ടുകയാണ്. ഒരു ആക്ട്രസ്, ആര് ചൂസ് ചെയ്യും? ഒരു ആക്ട്രസ് ആവാൻ ഒരു ദിവസത്തേക്ക് ഫുൾ ഡേ. റീസണും പറയണേ. റീസണും പറയണം. ആര് ചൂസ് ചെയ്യും? ഞാനിതൊന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരു ആക്ട്രസ് തന്നെയാണോ? ഒരു ആക്ടർ ആവണം? ഓക്കെ, തീർച്ചയായിട്ടും എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ആക്ടർ കൂടി ഒരു ഡയറക്ടർ ആവണം. കാരണം ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ. പൃഥ്വിരാജിനൊക്കെ പോലെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരനെ പോലെ ഒരു ഡയറക്ടർ, പുള്ളി ഡയറക്ടറും കൂടിയാണല്ലോ, ആക്ടറും കൂടിയാണ്. അതുപോലെ അവൻ പാട്ട് പാടും എല്ലാം ഉള്ള ഒരാളായിരിക്കണല്ലോ. അപ്പൊ ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം. ഒരു ദിവസം കൊണ്ട് എല്ലാം ചെയ്യണം. അതായത് ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ. സിനിമയുടെ എനിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ചെയ്യണമല്ലോ. അതൊക്കെ ഞാൻ ചെയ്തു വെക്കുക ഒരു ദിവസം കൊണ്ട്. ഇപ്പൊ എനിക്ക് അതാണ് ആവശ്യം. അല്ലാണ്ട് എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ആക്ടർ എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് ആക്ടറായാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്ടർ ഞാൻ നൈസായിട്ട് വിളിച്ചാൽ അതായി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ ചിലപ്പോൾ ഇനി അടുത്ത പാടാം ശരി ഇനി നാളത്തേക്ക് ഞാൻ തന്നെ ആയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോണം, ഏത് സ്ഥലമായിരിക്കും? ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? ന്യൂസിലാൻഡ്. ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ആഗ്രഹമുള്ള സ്ഥലം. ഭയങ്കര ഇഷ്ടം. അടിപൊളി. ഫേവറേറ്റ് ആക്ടർ ആരാ? എന്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല ഞാൻ ആ പേര് പറയുന്നത്. മുകേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുകേഷ് ചേട്ടന്റെ ഒരു 5 സിനിമ വേഗം പറയണം. ക്രോണിക് ബാച്ചിലർ. ഓക്കെ. പിന്നെ അയ്യോ ഇഷ്ടംപോലെ സിനിമ ഇപ്പൊ ഒന്നും കിട്ടത്തില്ല. പറഞ്ഞ ഫേവറേറ്റ് ആക്ടർ അല്ലേ? അതെ, ഒന്നായുള്ളൂ. ഫ്രണ്ട്സ്. ഓക്കെ, ഒന്നും കിട്ടുന്നില്ലല്ലോ, ഇഷ്ടംപോലെ സിനിമ ഉണ്ട്. അതെനിക്കും അറിയാം. ഗോഡ് ഫാദർ. ഓക്കെ. ലാലേട്ടനെ പറ്റുള്ള പടം ഏതായിരുന്നു? കാക്കക്കുയിൽ. ഓക്കെ, കഴിഞ്ഞ സമയം കഴിഞ്ഞു. അല്ല എനിക്ക് കിട്ടില്ല. അല്ല ഇഷ്ടംപോലെ നമുക്ക് ഈ ഒരു ടൈമിൽ ചോദിച്ചാൽ കിട്ടത്തില്ല. ഇപ്പൊ ലാലേട്ടന്റെ പടം ചോദിച്ചാലും ചിലപ്പോൾ 5 ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആലോചിച്ചോണ്ട് ചിലപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോകും, ആ പേര് കിട്ടത്തില്ല. ഹോബീസ് എന്താ? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്ക് ചെയ്യും. എന്തൊക്കെ കുക്ക് ചെയ്യും? നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യും. പിന്നെ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യും. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും കുക്ക് ചെയ്യും. കുക്ക് ചെയ്യാൻ ഇഷ്ടം. സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോയി കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ. അടിപൊളി. അപ്പൊ ഒരു പാട്ട് പാടാൻ പറ്റുമോ? എനിക്കങ്ങനെ പാട്ട് പാടാൻ അറിയില്ല. എന്നാലും ചാട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ പാടുന്ന പാട്ടൊക്കെ മതി. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ. ഉലകങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും കുളിരിൻ കുളിരേ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാട്ട്. ഞാൻ പാട്ട് കളിക്കതാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ ഒരു പാട്ടും കിട്ടത്തില്ലല്ലോ. പക്ഷെ നൈസായിട്ട് പാടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു സിംഗർ കൂടി ആകും ചിലപ്പോ. ഉണ്ടോ? പറയാൻ പറ്റില്ല. സത്യം. ഒരു ഡ്രീം ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹമുള്ള? ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ ഭയങ്കര സന്തോഷമാവും, അങ്ങനെ തോന്നുന്ന ഒരു ക്യാരക്ടർ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ ക്യാരക്ടേഴ്സ് ആണ്. ഇനി ഒരു ഡ്രീം ക്യാരക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിലൊരു മെയിൻ നായികയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിപ്പോ ഇല്ല. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഞാൻ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് എനിക്കൊരു സിനിമയിൽ ഒരു നായികയായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പയ്യ മതി അല്ലേ? പയ്യ മതി എല്ലാം വളരെ പയ്യ മതി. എനിക്ക് ഒരു തിരക്കും ഇല്ല.